ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് വേറെ എവിടെയല്ല, ദുബായിലുള്ള ഗ്ലോബൽ വില്ലേജിലാണ്. ഞാൻ തമിഴ്നാട്ടിൽ പറഞ്ഞ പോലെ തന്നെ വെറും 30 ദിർഹംസ് കൊണ്ട് നമുക്ക് ഈ ലോകത്തെ എല്ലാ കൺട്രീസും ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളിയാണ് ഗ്ലോബൽ വില്ലേജ്. ഇത് സംഭവം നമ്മുടെ ദുബായ് ഗവൺമെൻറ് കീഴിൽ വരുന്നതാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒറ്റ കുടക്കീഴിൽ നമുക്ക് എല്ലാ രാജ്യങ്ങളും ഒറ്റയടിക്ക് കിട്ടുമെന്ന് പറയില്ല. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും അവരുടെ കൾച്ചറും അതുപോലെ തന്നെ അവരുടെ ട്രഡീഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഗ്ലോബൽ വില്ലേജ്. അവിടെ വരുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ, ബഹ്റൈൻ, ബംഗ്ലാദേശ്, ചൈന, ഈജിപ്ത്, ഇന്ത്യ, ഇറാൻ, ഇറാഖ്, ജപ്പാൻ, കുവൈത്ത്, ലെബനോൺ, മൊറോക്കോ, ഒമാൻ, പാകിസ്ഥാൻ, പലസ്തീൻ, ഖത്തർ, റഷ്യ, സൗദി അറേബ്യ, കൊറിയ, ശ്രീലങ്ക, സിറിയ, തായ്ലൻഡ്, തുർക്കി, UAE, യമൻ, ഇങ്ങനെ എല്ലാ കൺട്രീസും ഉണ്ട്. കൂടാതെ കോണ്ടിനെൻറ്റ്സ് ആയിട്ട് ആഫ്രിക്ക, അമേരിക്ക ആൻഡ് യൂറോപ്പ്, ഇത്രയും സംഭവങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാനുണ്ട്. എല്ലാത്തിൻ്റെയും ഈ വീഡിയോസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല, എന്നാലും എനിക്ക് പറ്റുന്നൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെറും 30 രൂപയ്ക്ക് ഇത് വേർത്താണെന്ന് വെച്ചാൽ ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ്സ് വേർത്ത്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 700 റേഞ്ചിലാണ് ടിക്കറ്റിൻ്റെ ക്യാഷ് വരെ. പക്ഷേ അതിന് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്. ഞങ്ങൾ ഒരു 4:30-ക്കാണ് കേട്ടോ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറിയത്. എന്നിട്ട് തിരിച്ചിറങ്ങുന്നത് രാത്രി 10:30-ക്കാണ്. ആ ഒരു 6-6.5 മണിക്കൂർ അത്രത്തോളം നമുക്ക് അതിനുള്ളിൽ കാണാനുണ്ട്. ഇവിടെ പെർ ഡേ ഒരു 40,000 വിസിറ്റേഴ്സൊക്കെയാണ് വരാറ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതിൽ ഞാൻ ഡേൻ്റെ വ്യൂസും ഉണ്ട്, നൈറ്റ് വ്യൂസും ഉണ്ട്. അതിൽ നൈറ്റ് വ്യൂസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. നൈറ്റിൽ ആ ലൈറ്റ്സും സൗണ്ട്സും എല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വൈബായിരുന്നു. ഇഷ്ടം പോലെ ജനങ്ങളുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു കുടക്കീഴിൽ എല്ലാ രാജ്യക്കാരും ഒറ്റ കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ സകല രാജ്യത്തുള്ള ആളുകളും കൂടി ഒത്തുചേർന്ന ഒരു ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഗ്ലോബൽ വില്ലേജ്. ഓരോരോ കൺട്രീസിലും അവരവരുടെ കൾച്ചറിനെ പറ്റിയിട്ടുള്ള അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്, ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, അങ്ങനെ അങ്ങനെ അവരുടെ നമ്മളിപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ട്, പാകിസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാൻ റിലേറ്റഡ് ആയിട്ട്, ചൈന ആണെങ്കിൽ ചൈന റിലേറ്റഡ് ആയിട്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഒഴികെ എല്ലാ സംഭവങ്ങളും അവിടെ ചെന്നാൽ മേടിക്കാം. പക്ഷേ കുറച്ച് കാശ് കൂടുതലാണെന്നേ ഉള്ളൂ. എന്താ പറയുക, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ കുറേ എന്താ പറയുക റൈഡ്സ്, കുട്ടികൾക്ക് പറ്റി വലിയവർക്ക് പറ്റി കുറേ റൈഡ്സുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സംഭവമായിരുന്നു അവിടെ. പിന്നെ എല്ലാ കൺട്രീസിൻ്റെയും ഉള്ളിൽ ഓരോ സ്റ്റേജസ് ഉണ്ടായിരുന്നു. മെയിനായിട്ടൊരു മെയിൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ഓരോരോ പ്ലേസിലും ഓരോരോ സിംഗിൾ സ്റ്റേജസ് ഉണ്ടായിരുന്നു. അവിടെ അവരുടെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. മെയിൻ സ്റ്റേജിൽ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോളിൻ്റെ ഒരു ഡാൻസ്, അങ്ങനെ ഒരു സംഭവമായിരുന്നു, പാട്ടൊക്കെ വെച്ചിട്ട്. അതല്ലാണ്ട് ഇപ്പോൾ UAE യിലാണെങ്കിൽ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ പാകിസ്ഥാനാണ് തോന്നുന്നു, അവിടെ വേറൊരു അവരുടെ രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോ ഒരു ഡാൻസ് എന്തോ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യക്ക് വന്നപ്പോൾ ഇന്ത്യയിൽ അവിടെ കുട്ടികളുടെ പ്രോഗ്രാം ആയിരുന്നു. ഇത് സ്കൂളിലത്തെ കുട്ടികളുടെ പ്രോഗ്രാമായിരുന്നു. സ്റ്റേജ് ഷോ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ 4 മണിക്ക് എങ്ങനെയാണ് ഉള്ളിൽ കയറിയത്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി. അത്യാവശ്യം നടക്കാനുണ്ട് കേസ്, നല്ലോണം നടന്ന് കാല് വേദന എടുക്കും. അങ്ങനെ വിശക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ 2 ചിക്കൻ റാപ്പും ഒരു ബ്ലൂബെറി സ്ലാഷൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ ദുബായിക്ക് ട്രിപ്പ് വരുന്നവരൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് ഞാൻ പറയും. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ, ബൈ.